മഴക്കാലത്തിന് മുന്നേ തന്നെ സംസ്ഥാനം മഴക്കെടുതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ശക്തമായ മഴയെ തുടർന്ന് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യമുണ്ടായി. പല താഴ്ന്നയിടങ്ങളും വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യവുമുണ്ടായി. എന്തായാലും ക്യാമ്പുകൾ ഉൾപ്പെടെ തുറക്കുന്ന സാഹചര്യത്തിലേക്ക് സംസ്ഥാനം എത്തിയിരിക്കുന്നു. എറണാകുളത്ത് നിന്ന് ഒറ്റ മണിക്കൂർ കൊണ്ട് മാത്രം പെയ്തത് 100 മില്ലിമീറ്റർ മഴയാണ്. മേഘവിസ്ഫോടനമാണ് അതിന്റെ കാരണമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തുള്ളിക്കൊരുകുടം വെച്ച് പെയ്യുമ്പോൾ എങ്ങനെയാണ് മറ്റൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക? ഇന്നത്തെ കാര്യത്തിൽ മഴ തന്നെ. സംസ്ഥാന വ്യാപകമായി ഇന്ന് ശക്തമായ മഴയാണ് എല്ലാ ഇടങ്ങളിലും അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് എറണാകുളത്ത് മഴ ആരംഭിച്ചത്. 8 മണിക്ക് ആരംഭിച്ച മഴ ഏതാണ്ട് 9 മണിയോടുകൂടി അടുക്കാൻ നേരത്ത് ഇടപ്പള്ളി മുതലുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഏതാണ്ട് വെള്ളത്തിലടിയിലാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇൻഫോ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ശക്തമായ രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതി വന്നതോടുകൂടി പലപ്പോഴും നടന്നു പോലും പോകാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യവും ഉണ്ടായി. എന്തായാലും വെള്ളം ശക്തമായി തന്നെ ഒഴുകിയെത്തിയതോടുകൂടി ഇതിന്റെ കാരണം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു സജീവമായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ അഭിപ്രായങ്ങൾ തന്നെ തേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ വിദഗ്ധ അഭിപ്രായത്തിൽ കുസാറ്റിൽ നിന്നുള്ള വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് മേഘവിസ്ഫോടനമാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം നൽകുന്ന പ്രതികരണങ്ങളാണ് അവരുടെയൊക്കെയും ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. രാവിലെ ഒരു 8:30-ക്ക് ശേഷം നമ്മൾ സാറ്റലൈറ്റ് റഡാർ ഡേറ്റകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഈ സമയത്തുണ്ടായ മേഘങ്ങൾ വളരെ ഡീപ്പായിട്ട് ഡെവലപ്പ് ചെയ്ത കൂമ്പാര മേഘങ്ങളായിരുന്നു. അപ്പോൾ ഇത്തരം കൂമ്പാര മേഘങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പൊതുവെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്നത്. മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞ് ഇതൊക്കെയും സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മഴക്കാലത്തിന് മുമ്പേ തന്നെ കൂമ്പാര മേഘങ്ങൾ ഉണ്ടാവുകയും അത് മേഘവിസ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം, ഇത് എപ്പോൾ എവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ കൃത്യമായ രീതിയിൽ ഒരു പ്രവചനം നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏവരും ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് ഇത്തരക്കാർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വിദഗ്ധ അഭിപ്രായം പങ്കുവെക്കുന്നവർ നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത്. മഴക്കാലം ആരംഭിച്ചതോടുകൂടി തന്നെ നിരവധിയായിട്ടുള്ള അപകടങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ഇടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ പലപ്പോഴും അശ്രദ്ധ കൊണ്ടുണ്ടാകുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് കോൺഫിഡൻസോട് കൂടി തന്നെ നമ്മൾ ചെന്ന് കയറുന്നത് അപകടങ്ങളിലേക്കാണ് എന്നുള്ളതാണ് ഇതിനൊക്കെയും കാരണമാകുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവസരങ്ങളെ സാഹചര്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം. ആ ഒരു മുൻകരുതൽ എന്തായാലും ഉണ്ടാവണം. മഴക്കാലം ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നത്. അതിനുള്ള കാരണങ്ങളും ഈ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മഴക്കാലത്ത് സാധാരണ നമ്മൾ കാണാറുള്ള ക്യാമ്പുകളൊക്കെ തന്നെ മഴക്കാലത്തിന് മുന്നേ തന്നെ സജ്ജീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പല കുടുംബങ്ങളും ഇപ്പോൾ ക്യാമ്പുകളിൽ താമസമാക്കേണ്ട ഒരു സ്ഥിതിയിലേക്കും എത്തിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെയും തന്നെ വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. എന്തായാലും സുരക്ഷയുടെ കാര്യത്തിലാണ് ഏറ്റവും അധികമായിട്ടുള്ള മുൻകരുതൽ നമ്മൾ തന്നെ സ്വയം എടുക്കേണ്ട ഒരു സാഹചര്യമുള്ളത്. കാരണം മഴക്കാലം ആരംഭിച്ചു, അല്ലെങ്കിൽ ഈ മഴ രൂക്ഷമായി അതിനുശേഷം നിരവധിയായിട്ടുള്ള അപകട മരണങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം കൂടിയുണ്ട്. അതിലൊക്കെയും കൃത്യമായ രീതിയിലുള്ള ജാഗ്രത കുറവ് പലപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി തന്നെ ഈ കാലഘട്ടത്തെ നമുക്ക് നേരിടാൻ കഴിയണം.